നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹത്തിനായി ഒരുങ്ങിയ വീട് ഇന്ന് മരണപ്പന്തലായിരിക്കുകയാണ്. നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ഒരുങ്ങി വരേണ്ട വധു ഇപ്പോൾ വെള്ള പുതച്ച് കിടക്കുന്നു. തൊട്ടപ്പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരങ്ങൾ. ഒരു ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിയ സംഭവം. കർണാടകയിലെ മൈസൂരിൽ വിവാഹത്തിന് തൊട്ട് തലേന്നാണ് വരന്റെ വീട്ടുകാർക്ക് ചിത്രങ്ങളും സന്ദേശങ്ങളും അയച്ച് യുവാവ് അപകീർത്തിപ്പെടുത്തിയതിനെ തുടർന്ന് 21-കാരിയും മാതാപിതാക്കളും ജീവനൊടുക്കി എന്നുള്ള വളരെ നടുക്കുന്ന അല്ലെങ്കിൽ ദാരുണമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. ടി നരസിപുര താലൂക്കിലെ ഹാലൈകമ്പയനഹുണ്ടി ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ശിവണ്ണ 50 വയസ്സ്, ഭാര്യ നാഗരത്ന 45 വയസ്സ്, മകൾ രക്ഷിത 21 വയസ്സ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ 3 പേരെയും, അതും വിഷം കഴിച്ച് മരിച്ച നിലയിലാണ് 3 പേരുടെയും ശരീരം കണ്ടെത്തുന്നത്. രക്ഷിതയുടെ വിവാഹം തൊട്ടടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി ദാരുണമായിട്ടുള്ള സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഇതേ ഗ്രാമത്തിലെ താമസക്കാരനായിട്ടുള്ള ഉല്ലാസ് ഗൗഡ എന്ന യുവാവ് രക്ഷിതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രക്ഷിതയ്ക്ക് ഇതിൽ താല്പര്യമില്ലായിരുന്നു. രക്ഷിതയുടെ വിവാഹം മറ്റൊരു യുവാവുമായി ഉറപ്പിച്ചതോടെ പ്രതി യുവതിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്താൻ തുടങ്ങി. നിരന്തരം ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ ഇയാൾ നടത്തുകയായിരുന്നു. വിവാഹം മുടക്കുകയെന്ന ലക്ഷ്യത്തോടെ പെൺകുട്ടിയുടെ പ്രതിശ്രുത വരന് ഇയാൾ മോശം സന്ദേശങ്ങളും ചില ചിത്രങ്ങളും അയച്ചു കൊടുത്തു. ഇതേ തുടർന്ന് കടുത്ത മാനസിക വിഷമത്തിലായിരുന്ന കുടുംബം ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹം മുടക്കാനുള്ള ഇയാളുടെ ശ്രമങ്ങളാണ് കുടുംബത്തെ മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്ന കാര്യം. ടി നരസിപുര പോലീസ് രക്ഷിതയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പും ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും ഉപയോഗിച്ച് പ്രതിയെ പൂട്ടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. തങ്ങളുടെ മരണത്തിന് കാരണം ഉല്ലാസ് ഗൗഡയാണെന്നും കത്തിൽ വ്യക്തമാക്കിയതായാണ് വിവരം. കത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പും മറ്റ് ഡിജിറ്റൽ തെളിവുകളും കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ ബംഗളൂരു വെച്ച് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ പോലീസ് പ്രത്യേക സംഘം പിടികൂടുകയും ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് കുടുംബ സുഹൃത്തു കൂടിയായ ഉല്ലാസ് ഗൗഡയും രക്ഷിതയും മുമ്പ് സൗഹൃദത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ഈ ബന്ധം അവർ അവസാനിപ്പിച്ചു. രക്ഷിതയുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചതോടെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉല്ലാസ് ഗൗഡ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങി. ഈ വിഷയം പെൺകുട്ടി വീട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് ഗ്രാമവാസികൾ ഇടപെട്ട് ഉല്ലാസ് ഗൗഡയെ വിളിപ്പിച്ച് വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിലക്കുകൾ ലംഘിച്ച് ഇയാൾ യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈവശം വയ്ക്കുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയും ഗ്രാമവാസികൾ ചേർന്ന് ഇയാൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയും ഫോണിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ ചിത്രങ്ങൾ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെ പ്രതികാരം എന്നോണം അന്ന് തന്നെ വൈകുന്നേരം ഉല്ലാസ് ഗൗഡ ഈ ചിത്രങ്ങൾ രക്ഷിതയുടെ പ്രതിശ്രുത വരന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. ഒപ്പം വരനെ ഫോണിൽ വിളിച്ച് പെൺകുട്ടിയെക്കുറിച്ച് തികച്ചും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ് കടുത്ത മാനസിക വിഷമത്തിലും അപമാനഭാരത്തിലുമായ കുടുംബം ഒടുവിൽ ഒന്നിച്ച് ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളുടെ പക താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടാത്തതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടേണ്ട എന്ന് കരുതി കൂട്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഭീഷണിപ്പെടുത്തലും പിന്നീട് ഇതൊരു ആത്മഹത്യയിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ആത്മഹത്യ എന്നുള്ള വഴിയല്ലായിരുന്നു തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിലൊരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് സംവിധാനത്തെ ബന്ധപ്പെടുക. ഇതിപ്പോൾ നാട്ടുകാർ ചേർന്ന് അയാളെ വിലക്കുകയാണ് ചെയ്തിരുന്നത്. ഒരുപക്ഷെ നിയമത്തിൻ്റെ വഴിയിലൂടെ പോയിരുന്നെങ്കിൽ അയാളെ അന്നേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അയാളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അയാളെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പോലീസ് ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 3 പേരുടെ മരണത്തിൽ അത് കലാശിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു സംഭവം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ബംഗളൂരു IT നഗരമായ ബംഗളൂരിനെ നടുക്കിയാണ് ഈ ഒരു കൂട്ടക്കൊലപാതകം നടന്നിരിക്കുന്നത്. ദമ്പതികളെയും മകളെയും സ്വന്തം വീടിനുള്ളിൽ വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. നഗരത്തിലെ ബയ്യനഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. മൂത്ത മകളുടെ ലിവിൻ പങ്കാളിയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്.
ബംഗളൂരിലെ KR പുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ CK ഹള്ളിയിലുള്ള സായി ഗ്രീൻ അപ്പാർട്ട്മെന്റിലാണ് രാജ്യത്തെ നടുക്കിയ കൂട്ടക്കൊല അരങ്ങേറിയത്. സോമസുന്ദർ 55 വയസ്സ്, ഭാര്യ മുത്തുലക്ഷ്മി 48 വയസ്സ്, ഇളയ മകൾ സുപ്രിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ദമ്പതികളുടെ മൂത്ത മകൾ ശ്വേതയും ലിവിൻ പങ്കാളി കെനറ്റും സംഭവശേഷം ഒളിവിലാണ്. ഇവർക്കായി വ്യാപക തിരച്ചിൽ തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചത്. ശ്വേതയുടെയും കെനാത്തിന്റെയും ബന്ധത്തെ മാതാപിതാക്കൾ ശക്തമായി എതിർത്തിരുന്നു. ഇതേ ചൊല്ലി കുടുംബത്തിൽ നിരന്തരം തർക്കങ്ങൾ നടന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വൈരാഗ്യമാണ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നതടക്കമുള്ള എല്ലാ സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ ശ്വേതയ്ക്ക് ഏകദേശം 30 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കുടുംബത്തിൽ നിലനിന്നിരുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെയും പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. ഒരിടത്ത് പ്രതിയെ പിടികൂടിയിട്ടുണ്ട്, അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവിടെ പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ പോലീസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.